ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അനീഷ് ലേണിംഗ് BSc എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ തിരുവിതാംകൂറിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് PSc ബുള്ളറ്റിൻ പുറത്തുവിട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത്. കേരള ചരിത്രവും രാജാക്കന്മാരും എന്നുള്ള ഭാഗം, അതായത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട് PSc ബുള്ളറ്റിൻ പുറത്തുവിട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ പോയിന്റ്, ദക്ഷിണഭോജൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവാര്? സ്വാതി തിരുനാൾ. ദക്ഷിണഭോജൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. തൃശ്ശൂർ പൂരം ആരംഭിച്ച രാജാവാര്? ശക്തൻ തമ്പുരാൻ. തൃശ്ശൂർ പൂരം ആരംഭിച്ച രാജാവാണ് ശക്തൻ തമ്പുരാൻ. അടുത്തത്, തൃപ്പൂണിത്തറ കൊട്ടാരം ഏത് രാജാവിൻ്റെ ഭരണകേന്ദ്രമായിരുന്നു? കൊച്ചി രാജാവ്. തൃപ്പൂണിത്തറ കൊട്ടാരം ഏത് രാജാവിൻ്റെ ഭരണകേന്ദ്രമായിരുന്നു എന്ന് ചോദിച്ചാൽ കൊച്ചി രാജാവിൻ്റെ ഭരണകേന്ദ്രമാണ്. അടുത്തത്, തിരുകൊച്ചി സംയോജനം നടക്കുമ്പോൾ, അതായത് 1949 കൊച്ചി രാജാവ് ആരായിരുന്നു? പരീക്ഷിത്തു തമ്പുരാൻ. തിരുകൊച്ചി സംയോജനം നടക്കുമ്പോൾ കൊച്ചി രാജാവായിരുന്നത് പരീക്ഷിത്തു തമ്പുരാനാണ്. അടുത്തത്, തിരുകൊച്ചിയിൽ രാജപ്രമുഖ സ്ഥാനം 1949-56 കാലഘട്ടങ്ങളിൽ വഹിച്ച രാജാവാര്? ചിത്തിര തിരുനാൾ. തിരുകൊച്ചിയിൽ രാജപ്രമുഖ സ്ഥാനം വഹിച്ച രാജാവ് എന്നറിയപ്പെടുന്നത് ചിത്തിര തിരുനാളാണ്. അടുത്തത്, തിരുവിതാംകൂറിലെ ക്ഷേത്ര നിരത്തുകളിൽ സഞ്ചാര സ്വാതന്ത്ര്യം 1928 അനുവദിച്ച ഭരണാധികാരി ആര്? റീജന്റ് റാണി സേതുലക്ഷ്മിബായി. തിരുവിതാംകൂറിലെ ക്ഷേത്ര നിരത്തുകളിൽ സഞ്ചാര സ്വാതന്ത്ര്യം 1928 അനുവദിച്ച ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മിബായി. അടുത്തത്, തിരുവിതാംകൂറിലെ ആദ്യത്തെ പത്രനിരോധനം ഏത് രാജാവിൻ്റെ കാലത്താണ് നടന്നത്? ആയില്യം തിരുനാൾ. സന്തുഷ്ടവാദി എന്ന പത്രമാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ പത്രനിരോധനം ഏത് രാജാവിൻ്റെ കാലത്താണ് നടന്നതെന്ന് ചോദിച്ചാൽ ആയില്യം തിരുനാളിൻ്റെ കാലത്തായിരുന്നു. അടുത്ത പോയിന്റ്, തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവാര്? ചിത്തിര തിരുനാൾ. തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവ് എന്നറിയപ്പെടുന്നത് ചിത്തിര തിരുനാളാണ്. അടുത്തത്, തിരുവിതാംകൂറിലെ പുരോഗമനാത്മകമായ ഭരണത്തിൻ്റെ അംഗീകാരമായി ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്ന് മഹാരാജാവ് എന്ന ബിരുദം ലഭിച്ചതാർക്ക്? ആയില്യം തിരുനാളിന്. തിരുവിതാംകൂറിലെ പുരോഗമനാത്മകമായ ഭരണത്തിൻ്റെ അംഗീകാരമായി ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്ന് മഹാരാജാവ് എന്ന ബിരുദം ലഭിച്ചത് ആയില്യം തിരുനാളിനാണ്. അടുത്തത്, തിരുവിതാംകൂറിലെ ധർമ്മരാജാവുമായി സഖ്യമുണ്ടാക്കിയ കൊച്ചി രാജാവാര്? കേരളവർമ്മ. തിരുവിതാംകൂറിലെ ധർമ്മരാജാവുമായി സഖ്യമുണ്ടാക്കിയ കൊച്ചി രാജാവാണ് കേരളവർമ്മ. അടുത്തത്, തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ രാജാവാര്? ധർമ്മരാജാവ്. തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ രാജാവാണ് ധർമ്മരാജാവ്. അടുത്ത പോയിന്റ്, തിരുവിതാംകൂറിൽ പുനലൂർ പ്ലൈവുഡ് ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടത് ഏത് രാജാവിൻ്റെ കാലത്താണ്? ചിത്തിര തിരുനാൾ. തിരുവിതാംകൂറിൽ പുനലൂർ പ്ലൈവുഡ് ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടത് ഏത് രാജാവിൻ്റെ കാലത്താണെന്ന് ചോദിച്ചാൽ ചിത്തിര തിരുനാളാണ്. അടുത്തത്, തിരുവിതാംകൂറിൽ റേഡിയോ നിലയം സ്ഥാപിക്കപ്പെട്ടത് 1943 ഏത് രാജാവിൻ്റെ കാലത്താണ്? ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ്. തിരുവിതാംകൂറിൽ റേഡിയോ നിലയം സ്ഥാപിക്കപ്പെട്ടത് 1943 കാലഘട്ടത്തിൽ ഏത് രാജാവിൻ്റെ കാലത്താണെന്ന് ചോദിച്ചാൽ ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ്. അടുത്ത പോയിന്റ്, തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം 1936 പുറപ്പെടുവിച്ചത് ആര്? ചിത്തിര തിരുനാൾ. ക്ഷേത്രപ്രവേശന വിളംബരം 1936 പുറപ്പെടുവിച്ചത് ചിത്തിര തിരുനാളാണ്. അടുത്തത്, തിരുവിതാംകൂറിൽ പൊതുമരാമത്ത് വകുപ്പിന് രൂപം നൽകിയ രാജാവ്? സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിൽ പൊതുമരാമത്ത് വകുപ്പിന് രൂപം നൽകിയ രാജാവ് സ്വാതി തിരുനാളാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ കർഷകർക്ക് വേണ്ടി കൃഷിമരാമത്ത് വകുപ്പ് സ്ഥാപിച്ച രാജാവും സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിൽ കർഷകർക്ക് വേണ്ടി കൃഷിമരാമത്ത് വകുപ്പ് സ്ഥാപിച്ച രാജാവ് എന്നറിയപ്പെടുന്നതും സ്വാതി തിരുനാളാണ്. അടുത്ത പോയിന്റ്, തിരുവിതാംകൂറിൽ വധശിക്ഷ നിർത്തലാക്കിയ രാജാവാര്? സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിൽ വധശിക്ഷ നിർത്തലാക്കിയതും സ്വാതി തിരുനാളാണ്. അടുത്തത്, തിരുവിതാംകൂറിൽ ഏലൂർ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് നിലവിൽ വന്നത് ഏത് രാജാവിൻ്റെ കാലത്താണ്? ചിത്തിര തിരുനാൾ. തിരുവിതാംകൂറിൽ ഏലൂർ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് നിലവിൽ വന്നത് ചിത്തിര തിരുനാൾ രാജാവിൻ്റെ കാലത്താണ്. അടുത്തത്, തിരുവിതാംകൂറിൽ ഉദ്യോഗ നിയമനത്തിന് പബ്ലിക് സർവീസ് കമ്മീഷണറെ ചുമതലപ്പെടുത്തിയ രാജാവാര്? ചിത്തിര തിരുനാൾ. തിരുവിതാംകൂറിൽ ഉദ്യോഗ നിയമനത്തിന് പബ്ലിക് സർവീസ് കമ്മീഷണറെ ചുമതലപ്പെടുത്തിയ രാജാവും ചിത്തിര തിരുനാളാണ്. അടുത്തത്,
തിരുവിതാംകൂറിൽ ആദ്യമായി നാട്ടുഭാഷാ വിദ്യാലയങ്ങൾ ആരംഭിച്ചത് ഏത് രാജാവിൻ്റെ കാലത്താണ്? ആയില്യം തിരുനാൾ. തിരുവിതാംകൂറിൽ ആദ്യമായി നാട്ടുഭാഷാ വിദ്യാലയങ്ങൾ ആരംഭിച്ചത് ആയില്യം തിരുനാൾ രാജാവിൻ്റെ കാലത്താണ്. അടുത്തത്, തിരുവിതാംകൂറിൽ ആദ്യ റെയിൽവേ ലൈൻ സ്ഥാപിതമായത് ഏത് രാജാവിൻ്റെ കാലത്താണ്? ശ്രീമൂലം തിരുനാൾ. തിരുവിതാംകൂറിൽ ആദ്യമായി റെയിൽവേ ലൈൻ സ്ഥാപിതമായത് ശ്രീമൂലം തിരുനാൾ രാജാവിൻ്റെ കാലത്താണ്. അടുത്തത്, തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയ ഭരണാധികാരി ആര്? റാണി ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി. അടുത്തത്, തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച രാജാവ് ആര്? വിശാഖം തിരുനാൾ. തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച രാജാവാണ് വിശാഖം തിരുനാൾ. അടുത്തത്, തിരുവിതാംകൂറിൽ ട്രാവൻകൂർ റബ്ബർ വർക്ക്സ് സ്ഥാപിക്കപ്പെട്ടത് ഏത് രാജാവിൻ്റെ കാലത്താണ്? ചിത്തിര തിരുനാൾ. തിരുവിതാംകൂറിൽ ട്രാവൻകൂർ റബ്ബർ വർക്ക്സ് സ്ഥാപിക്കപ്പെട്ടത് ഏത് രാജാവിൻ്റെ കാലത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ്. അടുത്തത്, തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസ സൗജന്യമാക്കുക എന്ന തത്വം അംഗീകരിക്കപ്പെട്ടത് ഏത് രാജാവിൻ്റെ കാലത്താണ്? ശ്രീമൂലം തിരുനാൾ. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കുക എന്ന തത്വം അംഗീകരിക്കപ്പെട്ടത് ഏത് രാജാവിൻ്റെ കാലത്താണ്? ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ്. അടുത്ത പോയിന്റ്, തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം വ്യവസ്ഥ നടപ്പിലാക്കിയ രാജാവാര്? ചിത്തിര തിരുനാൾ. തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം വ്യവസ്ഥ നടപ്പിലാക്കിയ രാജാവാണ് ചിത്തിര തിരുനാൾ. അടുത്ത പോയിന്റ്, തിരുവിതാംകൂറിൽ പതിവ് കണക്ക് അതായത് ബഡ്ജറ്റ് സമ്പ്രദായം കൊണ്ടുവന്നതാര്? മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് അല്ലെങ്കിൽ ബഡ്ജറ്റ് സമ്പ്രദായം കൊണ്ടുവന്ന രാജാവാണ് മാർത്താണ്ഡവർമ്മ. അടുത്തത്, തിരുവിതാംകൂറിൽ പുലപ്പേടിയും മണ്ണാപ്പേടിയും നിരോധിച്ച് വിളംബരമിറക്കിയത് കോട്ടയം കേരളവർമ്മയാണ്. തിരുവിതാംകൂറിൽ പുലപ്പേടിയും മണ്ണാപ്പേടിയും നിരോധിച്ച് വിളംബരമിറക്കിയ രാജാവാണ് കോട്ടയം കേരളവർമ്മ. അടുത്ത പോയിന്റ്, തിരുവിതാംകൂറിൽ നിയമവകുപ്പിൽ നിന്നും പോലീസ് വകുപ്പിനെ വേർപെടുത്തിയ രാജാവാര്? വിശാഖം തിരുനാൾ. തിരുവിതാംകൂറിൽ നിയമവകുപ്പിൽ നിന്ന് പോലീസ് വകുപ്പിനെ വേർപെടുത്തിയ രാജാവാണ് വിശാഖം തിരുനാൾ. അടുത്തത്, തിരുവിതാംകൂറിൽ നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത് ഏത് രാജാവിൻ്റെ കാലത്താണ്? ശ്രീമൂലം തിരുനാൾ. തിരുവിതാംകൂറിൽ നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത് ശ്രീമൂലം തിരുനാൾ രാജാവിൻ്റെ കാലത്താണ്. അടുത്തത്, തിരുവിതാംകൂർ ദിവാനായ ഉമ്മിണിത്തമ്പി കാവൽ എന്ന പേരിൽ പോലീസ് സംവിധാനത്തിനു തുടക്കം കുറിച്ചത് ഏത് രാജാവിൻ്റെ കാലത്താണ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂർ ദിവാനായ ഉമ്മിണിത്തമ്പി കാവൽ എന്ന പേരിൽ പോലീസ് സംവിധാനത്തിനു തുടക്കം കുറിച്ചത് ഏത് രാജാവിൻ്റെ കാലത്താണ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ്. അടുത്തത്, തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ചത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ്? റീജന്റ് റാണി സേതുലക്ഷ്മിബായി. തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ചത് ഏത് ഭരണാധികാരിയുടെ കാലത്താണെന്ന് ചോദിച്ചാൽ റീജന്റ് റാണി സേതുലക്ഷ്മിബായിയുടെ കാലത്താണ്. അടുത്ത പോയിന്റ്, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നടന്നപ്പോൾ തിരുവിതാംകൂർ രാജാവാര്? ചിത്തിര തിരുനാൾ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നടന്നപ്പോൾ തിരുവിതാംകൂറിലെ രാജാവായിരുന്നത് ചിത്തിര തിരുനാളാണ്. അടുത്തത്, തിരുവിതാംകൂർ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി ആര്? റാണി ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂർ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി. അടുത്തത്, തിരുവിതാംകൂർ സർവകലാശാല ഏത് രാജാവിൻ്റെ കാലത്താണ് സ്ഥാപിതമായത്? ചിത്തിര തിരുനാൾ. തിരുവിതാംകൂർ സർവകലാശാല ഏത് രാജാവിൻ്റെ കാലത്താണ് സ്ഥാപിതമായത്? ചിത്തിര തിരുനാൾ രാജാവിൻ്റെ കാലത്താണ്. അടുത്തത്, തിരുവിതാംകൂർ മാതൃക സംസ്ഥാനമെന്ന പേരിനർഹമായത് ഏത് രാജാവിൻ്റെ കാലത്താണ്? ആയില്യം തിരുനാൾ. തിരുവിതാംകൂർ മാതൃകാ സംസ്ഥാനമെന്ന പേരിനർഹമായത് ഏത് രാജാവിൻ്റെ കാലത്താണെന്ന് ചോദിച്ചാൽ ആയില്യം തിരുനാൾ രാജാവിൻ്റെ കാലത്താണ്. അടുത്തത്, തിരുവിതാംകൂർ ഭരണ സംവിധാനം ബ്രിട്ടീഷ് മാതൃകയിലാക്കിയ ഭരണാധികാരി ആര്? റാണി ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂർ ഭരണ സംവിധാനം ബ്രിട്ടീഷ് മാതൃകയിലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി. അടുത്തത്, തിരുവമ്പാടി ശാസനം ആരുടേതാണ്? കോത മാർത്താണ്ഡവർമ്മ. തിരുവമ്പാടി ശാസനം കോത മാർത്താണ്ഡവർമ്മയുടേതാണ്. അടുത്തത്, തിരുവനന്തപുരത്തെ നേപ്പിയർ കാഴ്ച ബംഗ്ലാവ്
പണി കഴിപ്പിച്ചത് ഏത് രാജാവിൻ്റെ കാലത്താണ്? സ്വാതി തിരുനാൾ. തിരുവനന്തപുരത്തെ നേപ്പിയർ കാഴ്ച ബംഗ്ലാവ് പണി കഴിപ്പിച്ചത് സ്വാതി തിരുനാൾ രാജാവിൻ്റെ കാലത്താണ്. അടുത്തത് തിരുവനന്തപുരത്തെ റെയിൽവേ ലൈൻ ചാക്കയിൽ നിന്ന് തമ്പാനൂർക്ക് നീട്ടിയത് ആരുടെ കാലത്താണ്? റീജൻറ്റ് റാണി സേതുലക്ഷ്മിബായി. തിരുവനന്തപുരത്തെ റെയിൽവേ ലൈൻ ചാക്കയിൽ നിന്ന് തമ്പാനൂർക്ക് നീട്ടിയത് റീജൻറ്റ് റാണി സേതുലക്ഷ്മിബായിയുടെ കാലത്താണ്. അടുത്തത് തിരുവനന്തപുരത്തെ വാനനിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ച രാജാവാര്? സ്വാതി തിരുനാൾ. തിരുവനന്തപുരത്തെ വാനനിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ച രാജാവാണ് സ്വാതി തിരുനാൾ. അടുത്തത് തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജ് ആരംഭിച്ചത് ഏത് രാജാവിൻ്റെ കാലത്താണ്? ശ്രീമൂലം തിരുനാൾ. തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജ് ആരംഭിച്ച രാജാവിൻ്റെ കാലത്താണെന്ന് ചോദിച്ചാൽ ശ്രീമൂലം തിരുനാൾ രാജാവിൻ്റെ കാലത്താണ്. അടുത്തത് തിരുവനന്തപുരത്ത് ഗവൺമെൻറ് പ്രസ് സ്ഥാപിച്ചത് ആരുടെ കാലത്ത്? സ്വാതി തിരുനാൾ. തിരുവനന്തപുരത്ത് ഗവൺമെൻറ് പ്രസ് സ്ഥാപിച്ചത് സ്വാതി തിരുനാൾ രാജാവിൻ്റെ കാലത്താണ്. അടുത്തത് തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജ് ആരംഭിച്ചത് ഏത് രാജാവിൻ്റെ കാലത്താണ്? ശ്രീമൂലം തിരുനാൾ. തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജ് ആരംഭിച്ചത് ഏത് രാജാവിൻ്റെ കാലത്താണ്? ശ്രീമൂലം തിരുനാൾ രാജാവിൻ്റെ കാലത്താണ്. അടുത്തത് തിരുവനന്തപുരത്ത് പുരാവസ്തു ഗവേഷണ വകുപ്പ് ആരംഭിച്ചത് ഏത് രാജാവിൻ്റെ കാലത്താണ്? ശ്രീമൂലം തിരുനാൾ. തിരുവനന്തപുരത്ത് പുരാവസ്തു ഗവേഷണ വകുപ്പ് ആരംഭിച്ചത് ഏത് രാജാവിൻ്റെ കാലത്താണെന്ന് ചോദിച്ചാൽ ശ്രീമൂലം തിരുനാൾ രാജാവിൻ്റെ കാലത്താണ്. അടുത്തത് തിരുവനന്തപുരത്ത് പുത്തൻ മാളിക അല്ലെങ്കിൽ കുതിരമാളിക പണി കഴിപ്പിച്ച രാജാവാര്? സ്വാതി തിരുനാൾ. തിരുവനന്തപുരത്ത് പുത്തൻ മാളിക അല്ലെങ്കിൽ കുതിരമാളിക എന്നറിയപ്പെടുന്നത് പണി കഴിപ്പിച്ച രാജാവാണ് സ്വാതി തിരുനാൾ. അടുത്തത് തിരുവനന്തപുരത്ത് നിയമപഠനത്തിന് സംവിധാനം ഏർപ്പെടുത്തിയ രാജാവാര്? ആയില്യം തിരുനാൾ. തിരുവനന്തപുരത്ത് നിയമപഠനത്തിന് അല്ലെങ്കിൽ ലോ ക്ലാസ് പഠിക്കാനുള്ളത് സംവിധാനം ഏർപ്പെടുത്തിയ രാജാവാണ് ആയില്യം തിരുനാൾ. അടുത്തത് തഹസിൽദാരേക്കാൾ ശമ്പളം കൊട്ടാരത്തിലെ ഗായകർക്ക് നൽകിയ തിരുവിതാംകൂർ രാജാവാര്? സ്വാതി തിരുനാൾ. തഹസിൽദാരേക്കാൾ ശമ്പളം കൊട്ടാരത്തിലെ ഗായകർക്ക് നൽകിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. അടുത്തത് തഹസിൽദാർമാരുടെ സഹായത്തോടെ 1836 തിരുവിതാംകൂറിൽ ആദ്യമായി കനേഷുമാരി എടുത്ത രാജാവാര്? സ്വാതി തിരുനാൾ. തഹസിൽദാർമാരുടെ സഹായത്തോടെ 1836 തിരുവിതാംകൂറിൽ ആദ്യമായി കനേഷുമാരി എടുത്ത രാജാവാണ് സ്വാതി തിരുനാൾ. അടുത്തത് തലശ്ശേരിയിൽ പണ്ടകശാല കെട്ടാൻ ബ്രിട്ടീഷുകാരെ അനുവദിച്ച രാജാവാര്? കോലത്തിരി. തലശ്ശേരിയിൽ പണ്ടകശാല കെട്ടാൻ ബ്രിട്ടീഷുകാരെ അനുവദിച്ച രാജാവാണ് കോലത്തിരി രാജാവ്. അടുത്തത് ഡച്ച് സേനയിലെ ഡില്ലനോയിയുടെ സേവനം പ്രയോജനപ്പെടുത്തി തിരുവിതാംകൂർ സൈന്യത്തെ പരിഷ്കരിച്ച രാജാവാണ് മാർത്താണ്ഡവർമ്മ. ഡച്ച് സേനയിലെ ഡില്ലനോയിയുടെ സേവനം പ്രയോജനപ്പെടുത്തി തിരുവിതാംകൂർ സൈന്യത്തെ പരിഷ്കരിച്ച രാജാവാരാണെന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയാണ്. അടുത്തത് ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ 1741 തോൽപ്പിച്ച രാജാവാര്? മാർത്താണ്ഡവർമ്മ. ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ തോൽപ്പിച്ച രാജാവാണ് മാർത്താണ്ഡവർമ്മ. അടുത്തത് ഡച്ചുകാരുമായി മാവേലിക്കര ഉടമ്പടിയിൽ 1753 ഏർപ്പെട്ട രാജാവാര്? മാർത്താണ്ഡവർമ്മ. ഡച്ചുകാരുമായി മാവേലിക്കര ഉടമ്പടിയിൽ അതായത് 1753 ഏർപ്പെട്ട രാജാവാണ് മാർത്താണ്ഡവർമ്മ. അടുത്തത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആര്? റീജൻറ്റ് റാണി സേതുലക്ഷ്മിബായി. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റീജൻറ്റ് റാണി സേതുലക്ഷ്മിബായി. അടുത്തത് തോമസ് ഹാർവേ ബാവർ എന്ന തലശ്ശേരി സബ് കളക്ടർ അമർച്ച ചെയ്തത് ആരു നയിച്ച കലാപമാണ്? പഴശ്ശിരാജ. തോമസ് ഹാർവേ ബാവർ എന്ന തലശ്ശേരി സബ് കളക്ടർ അമർച്ച ചെയ്തത് ആര് നയിച്ച കലാപമാണെന്ന് ചോദിച്ചാൽ പഴശ്ശിരാജ നയിച്ച കലാപമാണ്. അടുത്തത് തേക്കടി വന്യജീവി സങ്കേതം 1934 സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവാര്? ചിത്തിര തിരുനാൾ. തേക്കടി വന്യജീവി സങ്കേതം 1934 സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവാണ് ചിത്തിര തിരുനാൾ. അടുത്തത് ചോക്കൂർ ശാസനം ഏത് രാജാവിൻ്റേതാണ്? ഗോദരവി. ചോക്കൂർ ശാസനം ഏത് രാജാവിൻ്റേതാണ് ചോദിച്ചാൽ ഗോദരവിയുടേതാണ്. അടുത്തത് ചേര രാജാക്കന്മാരിൽ ഏറ്റവും പ്രധാനിയാര്? ചെങ്കുട്ടുവൻ. ചേര രാജാക്കന്മാരിൽ ഏറ്റവും പ്രധാനിയായ രാജാവാണ് ചെങ്കുട്ടുവൻ. അടുത്തത് ഹോസ്ദുർഗ് കോട്ട നിർമ്മിച്ചതാര്? സോമശേഖര നായിക്കറാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലം 1714 മുതൽ 39 വരെയാണ്. ഹോസ്ദുർഗ് കോട്ട നിർമ്മിച്ച വ്യക്തിയാണ് സോമശേഖര നായിക്കർ.
അടുത്തത് കേണൽ മൺട്രോ തിരുവിതാംകൂർ ദിവാനായി നിയമിച്ച ഭരണാധികാരി ആര്? റാണി ഗൗരി ലക്ഷ്മിബായി. കേണൽ മൺട്രോയെ തിരുവിതാംകൂർ ദിവാനായി നിയമിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി. അടുത്തത് കോട്ടയത്തെ തിരുവിതാംകൂറിൻ്റെ ഭാഗമാക്കിയ രാജാവാര്? മാർത്താണ്ഡവർമ്മ. കോട്ടയത്തെ തിരുവിതാംകൂറിൻ്റെ ഭാഗമാക്കിയ രാജാവാണ് മാർത്താണ്ഡവർമ്മ. അടുത്തത് കോട്ട നിർമ്മാണത്തിന് കരിങ്കല്ല് ഉപയോഗിച്ച ആദ്യത്തെ കേരളീയ രാജാവാര്? മാർത്താണ്ഡവർമ്മ. കോട്ട നിർമ്മാണത്തിന് കരിങ്കല്ല് ഉപയോഗിച്ച ആദ്യത്തെ കേരളീയ രാജാവാണ് മാർത്താണ്ഡവർമ്മ. അടുത്തത് കേരളം ആക്രമിക്കാൻ ഹൈദരാലിയെ ക്ഷണിച്ചതാര്? പാലക്കാട് കോമി അച്ഛനാണ്. കേരളം ആക്രമിക്കാൻ ഹൈദരാലിയെ ക്ഷണിച്ച വ്യക്തിയാണ് പാലക്കാട് കോമി അച്ഛൻ. അടുത്തത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ അധ്യക്ഷനായി പാഠപുസ്തക കമ്മിറ്റി രൂപവൽക്കരിച്ച രാജാവാര്? ആയില്യം തിരുനാൾ. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ അധ്യക്ഷനായി പാഠപുസ്തക കമ്മിറ്റി രൂപവൽക്കരിച്ച രാജാവാണ് ആയില്യം തിരുനാൾ. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ തൂക്കുപാലമായ പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചത് ഏത് രാജാവിൻ്റെ കാലത്താണ്? ആയില്യം തിരുനാൾ. കേരളത്തിലെ ആദ്യത്തെ തൂക്കുപാലമായ പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചത് ആയില്യം തിരുനാൾ രാജാവിൻ്റെ കാലത്താണ്. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ 1940 എന്ന ബഹുമതി തിരുവനന്തപുരം സ്വന്തമാക്കിയത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ്? ചിത്തിര തിരുനാൾ. കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ എന്ന ബഹുമതി തിരുവനന്തപുരം സ്വന്തമാക്കിയത് ഏത് ഭരണാധികാരിയുടെ കാലത്താണെന്ന് ചോദിച്ചാൽ ചിത്തിര തിരുനാൾ ഭരണാധികാരിയുടെ കാലത്താണ്. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ വൈദ്യുതീകരിച്ച പട്ടണം എന്ന ബഹുമതി തിരുവനന്തപുരം സ്വന്തമാക്കിയത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ്? റീജൻറ്റ് റാണി സേതുലക്ഷ്മിബായി. കേരളത്തിലെ ആദ്യത്തെ വൈദ്യുതീകരിച്ച പട്ടണം എന്ന ബഹുമതി തിരുവനന്തപുരം സ്വന്തമാക്കിയത് റീജൻറ്റ് റാണി സേതുലക്ഷ്മിബായിയുടെ കാലത്താണ്. അടുത്തത് കേരളത്തിലെ അശോകൻ എന്നറിയപ്പെട്ട രാജാവാര്? വിക്രമാദിത്യ വരഗുണൻ. കേരളത്തിലെ അശോകൻ എന്നറിയപ്പെട്ട രാജാവാണ് വിക്രമാദിത്യ വരഗുണൻ. അടുത്തത് കേരളക്കരയിൽ ഡച്ച് ആധിപത്യത്തിൻ്റെ നട്ടെല്ലൊടിച്ച രാജാവാര്? മാർത്താണ്ഡവർമ്മ. കേരളക്കരയിൽ ഡച്ച് ആധിപത്യത്തിൻ്റെ നട്ടെല്ലൊടിച്ച രാജാവാണ് മാർത്താണ്ഡവർമ്മ. അടുത്തത് കേരള ചരിത്രത്തിലെ ഏക മുസ്ലിം ഭരണാധികാരി ആര്? അറയ്ക്കൽ രാജാവ്. കേരള ചരിത്രത്തിലെ ഏക മുസ്ലിം രാജവംശം അല്ലെങ്കിൽ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അറയ്ക്കൽ രാജാവാണ് അല്ലെങ്കിൽ അറയ്ക്കൽ രാജവംശമാണ്. അടുത്തത് കേരള ചരിത്രത്തിലെ ഏക ക്രിസ്ത്യൻ രാജാവാര്? വില്ലാർവട്ടം തോമാരാജ. കേരള ചരിത്രത്തിലെ ഏക ക്രിസ്ത്യൻ രാജാവാണ് വില്ലാർവട്ടം തോമാരാജ. അടുത്തത് കേരള ചരിത്രത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി ആര്? കൊച്ചിയിലെ റാണി ഗംഗാധര ലക്ഷ്മിയാണ്. കേരള ചരിത്രത്തിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് കൊച്ചിയിലെ റാണി ഗംഗാധര ലക്ഷ്മി. അടുത്തത് കേരള സിംഹം എന്ന സർദാർ KM പണിക്കർ വിശേഷിപ്പിച്ചത് ആരെയാണ്? പഴശ്ശി രാജാവിനെ. കേരള സിംഹം എന്ന് സർദാർ KM പണിക്കർ വിശേഷിപ്പിച്ച വ്യക്തിയാണ് പഴശ്ശി രാജാവ്. അടുത്തത് കേരള സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിക്കുന്ന പ്രതിമ ഒരു രാജാവിൻ്റെതാണ്. ആരുടേതാണ് ഇത്? ചിത്തിര തിരുനാൾ. കേരള സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ചിരിക്കുന്ന പ്രതിമ അല്ലെങ്കിൽ സ്ഥാപിക്കുന്ന പ്രതിമ ഏത് രാജാവിൻ്റെതാണെന്ന് ചോദിച്ചാൽ ചിത്തിര തിരുനാളിൻ്റെതാണ്. അടുത്തത് വേണാട് ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി ആര്? ഉമിയമ്മ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണി എന്നും അറിയപ്പെടുന്നു. വേണാട് ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ് ഉമിയമ്മ റാണി. അടുത്തത് വേലുത്തമ്പിയുടെ കുണ്ട്ര വിളംബര സമയത്ത് 1809 തിരുവിതാംകൂർ രാജാവ് ആരാണ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. വേലുത്തമ്പിയുടെ കുണ്ട്ര വിളംബര സമയത്ത് തിരുവിതാംകൂറിൻ്റെ രാജാവായിരുന്നത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്. അടുത്തത് മോഹിനിയാട്ടത്തിൻ്റെ വേഷവിധാനം പരിഷ്കരിച്ച തിരുവിതാംകൂർ രാജാവാര്? സ്വാതി തിരുനാൾ. മോഹിനിയാട്ടത്തിൻ്റെ വേഷവിധാനം പരിഷ്കരിച്ച തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. അടുത്തത് ബേക്കൽ കോട്ട നിർമ്മിച്ചതാര്? ബേതനോർ. അടുത്തത് ബേക്കൽ കോട്ട നിർമ്മിച്ചതാര്? ബദനോറിലെ ശിവപ്പ നായിക്കനാണ്. ബേക്കൽ കോട്ട നിർമ്മിച്ചത് ബദനോറിലെ ശിവപ്പ നായിക്കൻ. അടുത്തത് തെക്കുംകൂറും വടക്കുംകൂറും തിരുവിതാംകൂറിനോട് ചേർത്ത രാജാവാര്? മാർത്താണ്ഡവർമ്മ. തെക്കുംകൂറും വടക്കുംകൂറും തിരുവിതാംകൂറിനോട് ചേർത്ത രാജാവാണ് മാർത്താണ്ഡവർമ്മ. അടുത്തത് തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട്
1859 വിളംബരം പുറപ്പെടുവിച്ച രാജാവാര്? ഉത്രം തിരുനാൾ. തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് 1859 വിളംബരം പുറപ്പെടുവിച്ച രാജാവാണ് ഉത്രം തിരുനാൾ. അടുത്തത്, വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? റീജന്റ് റാണി സേതുലക്ഷ്മിബായി. വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിച്ചപ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് റാണി സേതുലക്ഷ്മിബായാണ്. അടുത്തത്, വൈക്കം സത്യാഗ്രഹ കാലത്ത് സവർണജാഥ നയിച്ചെത്തിയ മന്നത്ത് പത്മനാഭനും എം.ഇ. നായിഡുവും നിവേദനം നൽകിയത് ആർക്കാണ്? റീജന്റ് റാണി സേതുലക്ഷ്മിബായി. വൈക്കം സത്യാഗ്രഹ കാലത്ത് സവർണജാഥ നയിച്ചെത്തിയ മന്നത്ത് പത്മനാഭനും എം.ഇ. നായിഡുവും നിവേദനം നൽകിയത് റീജന്റ് റാണി സേതുലക്ഷ്മിബായിക്കാണ്. അടുത്തത്, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആരംഭകാലത്ത് തിരുവിതാംകൂർ രാജാവ് ആരാണ്? ശ്രീമൂലം തിരുനാൾ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആരംഭകാലത്ത് തിരുവിതാംകൂർ രാജാവായിരുന്ന വ്യക്തിയാണ് ശ്രീമൂലം തിരുനാൾ. അടുത്തത്, മൈസൂർ പട ആവശ്യപ്പെട്ട കപ്പം നൽകാൻ നിവർത്തിയില്ലാത്തതിനാൽ കൊട്ടാരത്തിനു തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത രാജാവാര്? സാമൂതിരി. മൈസൂർ പട ആവശ്യപ്പെട്ട കപ്പം നൽകാൻ നിവർത്തിയില്ലാത്തതിനാൽ കൊട്ടാരത്തിനു തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത രാജാവാണ് സാമൂതിരി. അടുത്തത്, മൈസൂർ പടയോട്ടത്തെ തുടർന്ന് മലബാറിൽ നിന്നും പലായനം ചെയ്ത് തിരുവിതാംകൂറിലെത്തിയ അഭയാർത്ഥികൾക്ക് ധാർമ്മിക നീതിയോടെ അഭയം നൽകിയ തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജാവ്. മൈസൂർ പടയോട്ടത്തെ തുടർന്ന് മലബാറിൽ നിന്നും പലായനം ചെയ്ത് തിരുവിതാംകൂറിലെത്തിയ അഭയാർത്ഥികൾക്ക് ധാർമ്മിക നീതിയോടെ അഭയം നൽകിയ തിരുവിതാംകൂർ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ധർമ്മരാജാവാണ്. അടുത്തത്, സെൻറ്റ് ആഞ്ചലോ കോട്ട കണ്ണൂരിൽ നിർമ്മിക്കാൻ പോർച്ചുഗീസുകാർക്ക് അനുമതി നൽകിയത് ആര്? കോലത്തിരി. സെൻറ്റ് ആഞ്ചലോ കോട്ട കണ്ണൂരിൽ നിർമ്മിക്കാൻ പോർച്ചുഗീസുകാർക്ക് അനുമതി നൽകിയ ഭരണാധികാരിയാണ് കോലത്തിരി. അടുത്തത്, കൊല്ലം ജില്ലയിലെ കല്ലടയിലുള്ള ഒരു തുരുത്ത്, അതായത് മൺറോ തുരുത്ത്, ചർച്ച് മിഷൻ സൊസൈറ്റിക്ക് വിട്ടുകൊടുത്ത ഭരണാധികാരി ആര്? ഗൗരി പാർവതിബായി. കൊല്ലം ജില്ലയിലെ കല്ലടയിലുള്ള ഒരു തുരുത്ത് അല്ലെങ്കിൽ മൺറോ തുരുത്ത് ചർച്ച് മിഷൻ സൊസൈറ്റിക്ക് വിട്ടുകൊടുത്ത ഭരണാധികാരിയാണ് ഗൗരി പാർവതിബായി. അടുത്തത്, കൊട്ടാരക്കരയെ തിരുവിതാംകൂറിൽ ലയിപ്പിച്ചത് ആര്? മാർത്താണ്ഡവർമ്മ. കൊട്ടാരക്കരയെ അല്ലെങ്കിൽ ഇളയെടുത്ത് സ്വരൂപത്തെ തിരുവിതാംകൂറിൽ ലയിപ്പിച്ച ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. അടുത്തത്, കൊച്ചിയിലെ ഏറ്റവും പ്രശസ്തനായ രാജാവാര്? ശക്തൻ തമ്പുരാൻ. കൊച്ചിയിലെ ഏറ്റവും പ്രശസ്തനായ രാജാവാണ് ശക്തൻ തമ്പുരാൻ. അടുത്തത്, കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെട്ടത് ആര്? ശക്തൻ തമ്പുരാൻ. കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെട്ട വ്യക്തിയാണ് ശക്തൻ തമ്പുരാൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് മാർത്താണ്ഡവർമ്മ മുതൽ ചിത്തിര തിരുനാൾ വരെയുള്ള ഭാഗത്തിൽ PSCയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള, അതായത് കേരള PSC ബുള്ളറ്റിൻ പുറത്തു വിട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നോക്കിയത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.